Today we discuss about Calder's model of economic growth. Calder's model depends on these two elements and their relationships and bring forth the importance of distribution of income in the process of growth. This is one of the basic merits of Calder's model. In his model, on the one hand, the relations of distribution of income determine the given level of saving and therefore investment and economic growth rate. കാൾഡറിൻ്റെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൾഡർ മോഡൽ ഡിപ്പെൻഡ്സ് ഓൺ ടു എലമെൻറ്റ്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ബ്രിങ് ഫോർത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത്. ഇൻകം ഗ്രോത്തിൽ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ഒരു മോഡലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ മോഡലിൻ്റെ ഒരു മെറിറ്റ്. In this model, the relation of distribution of income determine income distribution ആണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഇക്കണോമിക് ഗ്രോത്തും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അസംഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് അസംഷൻ, there are two factors of production, capital and labor. Thus, only two types of income, profits and wages. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ ഈ ഒരു മോഡലിൽ പറയുന്നത്, ക്യാപിറ്റലും ലേബറും. അതുകൊണ്ട് തന്നെ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും ഇൻകവും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റായിട്ടും അതുപോലെ തന്നെ ലേബറിൻ്റെ വേജ് ആയിട്ടും. ക്യാപിറ്റലിൻ്റെ റിവാർഡായിട്ട് പ്രോഫിറ്റിന് പി എന്നും ലേബറിൻ്റെ റിവാർഡായിട്ട് വേജസിന് W എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു അസംഷൻ കൂടെ അതിൻ്റെ കൂടെ തന്നെ പറയാണ്, ഓൾ പ്രോഫിറ്റ്സ് ആർ സേവ്ഡ്. പ്രോഫിറ്റ് ഏണേഴ്സ് എല്ലാം അവരുടെ ഇൻകം സേവ് ചെയ്യും. എല്ലാ വേജ് ഏണേഴ്സും അവരുടെ ഇൻകം മുഴുവൻ കൺസ്യൂം ചെയ്യും. അതും ഒരു അസംഷനാണ്. സെക്കൻഡ് അസംഷൻ, ദർ ആർ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓവർ ടൈം. കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ് അസ്യൂം ചെയ്യുന്നത്. ക്യാപിറ്റലും ലേബറും കോംപ്ലിമെൻ്ററി ആണ്. ഒന്നിന് പകരം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലും ലേബറും ഈ രണ്ടും കൂടി ഉണ്ടായാലേ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ കോംപ്ലിമെൻ്ററി. ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആസ് സച്ച് ദ റേറ്റ്സ് ഓഫ് വേജസ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ സെയിം ഓവർ ഡിഫറെൻറ്റ് പ്ലേസസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, as such the rate of wage and profit are same over different places. പല സ്ഥലത്തും നമുക്ക് കാണാം വേജും പ്രോഫിറ്റും ഈക്വലൈസ് ചെയ്ത് വരുന്നത്. ഈ ഒരു കേസിൽ മാത്രം ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വേജസിൻ്റെയും പ്രോഫിറ്റ്സിൻ്റെയും റേറ്റിൻ്റെ കേസിൽ ഇത് ഹോമോജനസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാം. The marginal propensity to consume of workers is greater than that of capitalist. Workers in the propensity to consume, MPC, is greater than of capitalist. Capitalistനേക്കാളും കൂടുതലാണ് marginal propensity to consume of workers. നമ്മൾ ആദ്യം പറഞ്ഞു, പ്രോഫിറ്റ് ഏണേഴ്സ് അവരുടെ ഇൻകം സേവ് ചെയ്യാണ്, അതേപോലെ വേജ് ഏണേഴ്സ് അവരുടെ ഇൻകം കൺസ്യൂം ചെയ്യാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അസംഷൻ, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്പുട്ട് റേഷ്യോ എന്നും പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഇൻറ്റു I/Y. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിനെയാണ് നമ്മൾ I/Y ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ദർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് സോ ദാറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ഇൻകം ഈസ് ഗിവൺ. ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, ഗിവൺ ആണ് എന്നുള്ളതിൽ നമുക്കിവിടെ സ്റ്റേറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് അസ്യൂം ചെയ്യാം. നെക്സ്റ്റ്, ദർ ഈസ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ അറ്റ് എ കോൺസ്റ്റൻറ്റ് വേജ് ഇൻ ടേംസ് ഓഫ് വേജ് ഗുഡ്സ്. അതായത് ഇവിടെ അസ്യൂം ചെയ്യുന്നത് സപ്ലൈ ഓഫ് ലേബർ അൺലിമിറ്റഡ് ആണ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വേജ് റേറ്റിൽ. വേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഗിവൺ ആയിട്ടുള്ള വേജ് ആണെങ്കിൽ, സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സപ്ലൈ ആണ്. എക്സസ് ലേബർ ഉണ്ടാവാം, അല്ലെങ്കിൽ ലേബറിന് കൂടുതൽ അബ്സോർബ് ചെയ്യാം. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ അസംഷൻസ് ആയിട്ട് കാൾഡറിൻ്റെ മോഡലിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ്. അസംഷൻസ് കണ്ടു. ഇനി നമുക്ക് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് കാണാം. മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വേജും പ്രോഫിറ്റും ഈ രണ്ട്
റിവാർഡും കൂടെ ചേരുന്നതാണ് നാഷണൽ ഇൻകം. നമുക്കറിയാം നാഷണൽ ഇൻകത്തിൽ നമ്മുടെ 4 ഫാക്ടേഴ്സിൻ്റെ റിവാർഡും ഉണ്ട്. റെൻ്റ് ഉണ്ട്, വേജ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്യാപിറ്റലിൻ്റെ റിവാർഡായിട്ട് പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഓണ്ടർപ്രണറിൻ്റെ റിവാർഡായിട്ടല്ലേ പ്രോഫിറ്റ് പറയാറ്. പക്ഷേ ഇവിടെ ക്യാപിറ്റലിസ്റ്റിൻ്റെ റിവാർഡായിട്ട് പ്രോഫിറ്റും വേജ് ഏണേഴ്സിൻ്റെ റിവാർഡായിട്ട് നമ്മൾ വേജും, അതായത് ലേബറിൻ്റെ റിവാർഡായിട്ട് വേജും. അപ്പോൾ ഇവിടെ നമുക്ക് ലേബർ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിവിടെ വേജ് ഏണേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേജും പ്രോഫിറ്റും ഇത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. Y ഈക്വൽ W പ്ലസ് പി, ഡബ്ല്യുവും പിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് നാഷണൽ ഇൻകം. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ സേവിങ് കൺസിസ്റ്റ് ഓഫ്, അടുത്തതായിട്ട് സേവിങ്ങിന് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അസംഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേജ് ഏണേഴ്സ് അവരുടെ ഇൻകം കംപ്ലീറ്റ് ആയിട്ടും കൺസ്യൂം ചെയ്യുന്നു, പ്രോഫിറ്റ് ഏണേഴ്സ് അവരുടെ ഇൻകം കംപ്ലീറ്റ് ആയിട്ടും സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടോട്ടൽ സേവിങ്ങിലേക്ക് വരികയാണ്. ടോട്ടൽ സേവിങ് കൺസിസ്റ്റ് ഓഫ് സേവിങ് മെയ്ഡ് ഔട്ട് ഓഫ് വേജ്. സേവിങ് മെയ്ഡ് ഔട്ട് ഓഫ് വേജും ഉണ്ട്, സേവിങ് മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റും ഉണ്ട്. സേവിങ് മെയ്ഡ് ഔട്ട് ഓഫ് വേജസ് ആൻഡ് സേവിങ് മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ടോട്ടൽ സേവിങ് എസ് ഈക്വൽ, നമുക്ക് രണ്ടായിട്ട് സേവിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാം. എസ് ഈക്വൽ എസ് ഡബ്ല്യു പ്ലസ് എസ് പി, വേർ എസ് ഡബ്ല്യു ഈക്വൽ, നമ്മൾ ഈ ഒരു എസ് ഡബ്ല്യു എന്നുള്ളതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു. എസ് ഡബ്ല്യു എന്നുള്ളതിന് പകരമായിട്ട് എസ് ഡബ്ല്യു ഇൻറ്റു ഒരു ക്യാപിറ്റൽ ഡബ്ല്യുവും കൂടെ കൊടുത്തു. ആൻഡ് എസ് പി ഈക്വൽ, എസ് പി എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എസ് പി, അത് സ്മോൾ ലെറ്റർ തന്നെ, എസ് പി ഇൻറ്റു ക്യാപിറ്റൽ പി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എസ് ഡബ്ല്യു എന്നുള്ളതിന് എസ് ഡബ്ല്യു, ഇവിടെ സ്മോൾ ലെറ്റർ ആണ്, സ്മോൾ എസ് സ്മോൾ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ഡബ്ല്യു. എസ് പി എന്നുള്ളതിൽ ഈ എസ് ക്യാപിറ്റലാണ്, ഈ എസും ക്യാപിറ്റലാണ്. എസ് പി ഈക്വൽ, അതിനെ മാറ്റി എഴുതുന്ന സമയത്ത് സ്മോൾ എസ് സ്മോൾ പി ഇൻറ്റു ക്യാപിറ്റൽ പി. ഇനി നമുക്കത് ഈ അബവ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈക്വൽ എസ് ഡബ്ല്യു എന്നുള്ളതിന് പകരം സ്മോൾ എസ് ഡബ്ല്യു, ഇവിടെ സ്മോൾ എസ് ആണ് കേട്ടോ വേണ്ടത്, സ്മോൾ എസ് ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു പ്ലസ് സ്മോൾ എസ് സ്മോൾ പി ഇൻറ്റു ക്യാപിറ്റൽ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. വേർ എസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എസ് ഡബ്ല്യു എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഈ എസ് ഡബ്ല്യു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് വേജ് ഏണേഴ്സും. എസ് പി എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ എസ് ആണ്. എസ് പി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് പ്രോഫിറ്റ് ഏണേഴ്സ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് പ്രോഫിറ്റ് ഏണേഴ്സ്. The SW and SP are assumed constant. SW ഉം SP യും constant ആണ് എന്ന് assume ചെയ്യുന്നു. It means that their average and marginal values will remain the same. അതിൻ്റെ ആവറേജ് വാല്യൂസും മാർജിനൽ വാല്യൂസും സെയിം ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. Y ഈക്വൽ W പ്ലസ് P ഓർ നമുക്കിതിനെ W എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ എടുക്കാം. W ഈക്വൽ ആക്കിയിട്ട് മാറ്റാം. Y മൈനസ് പി അല്ലേ, ഇവിടെ W പ്ലസ് പി അല്ലേ, അത് Y മൈനസ് പി ഈക്വൽ W. Y മൈനസ് പി ഈക്വൽ W. അപ്പോൾ ഡബ്ല്യുവിന് പകരം നമുക്ക് Y മൈനസ് പി എന്നായി. S ഈക്വൽ എസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു പ്ലസ് എസ് പി ഇൻറ്റു പി എന്നായി. ഇനി നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എസ് ഈക്വൽ എസ് ഡബ്ല്യു സ്മോൾ എസ് ഡബ്ല്യു, ഇതെന്താണ്, പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് വേജ് ഏണേഴ്സ്. ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ഡബ്ല്യു എന്നുള്ളതിന് പകരമായിട്ട് Y മൈനസ് പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Y മൈനസ് പി എന്ന് കൊടുത്തു, പ്ലസ് എസ് പി ഇൻറ്റു പി അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ക്യാപിറ്റൽ എസ് ഈക്വൽ എസ് ഡബ്ല്യു വൈ, ഈ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്ന Y മൈനസ് പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എസ് ഡബ്ല്യു വൈ മൈനസ് എസ് ഡബ്ല്യു പി പ്ലസ് എസ് പി ഇൻറ്റു പി. ദെൻ എസ് ഈക്വൽ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു പാർട്ടിനെ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് എഴുതി. എസ് പി ഇൻറ്റു പി മൈനസ് എസ് ഡബ്ല്യു പി പ്ലസ് എസ് ഡബ്ല്യു വൈ. നെക്സ്റ്റ് എസ് ഈക്വൽ
പി ഔട്ട്സൈഡ് എടുത്തു, പിനെ ഔട്ട്സൈഡ് ആയിട്ട് എടുത്തു, എസ് പി മൈനസ് എസ് ഡബ്ല്യു ബ്രാക്കറ്റിൻ്റെ പുറത്ത് കോമൺ ഫാക്ടറായിട്ട് പി എഴുതി, പ്ലസ് എസ് ഡബ്ല്യു വൈ. ഇവിടം വരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വലൈസ് ചെയ്യണം. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വലൈസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഐ ഈക്വൽ ടു എസ് എന്ന് എഴുതി, എസ് ഈക്വൽ ടു ഐ അല്ലെങ്കിൽ ഐ ഈക്വൽ ടു എസ് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഐ ഈക്വൽ ടു എസ് എന്നുള്ളതിൽ ഐ ഈക്വൽ എസ്സിന് പകരമായിട്ട് നമ്മൾ ഇവിടെ വന്ന് നിന്നിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് എഴുതാം. എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി പ്ലസ് എസ് ഡബ്ല്യു വൈ. ഓക്കെ, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ വൈ. വൈ കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യണം. രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഐ ബൈ വൈ ഈക്വൽ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു പി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എങ്ങനെ പറയാം, എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ഇതിന് മൊത്തമായിട്ട് നമ്മളിവിടെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് എസ് ഡബ്ല്യു വൈ ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ എല്ലാത്തിനെയും ഡിനോമിനേറ്ററായിട്ട് വൈ വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു വൈ ബൈ വൈ. ഈ എസ് ഡബ്ല്യു വൈ ബൈ വൈ എന്നുള്ളതിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു വൈ ബൈ വൈ ഈക്വൽ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ഓക്കെ, അപ്പോൾ ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു വൈ ബൈ വൈ ഈക്വൽ ബാലൻസ് ഉള്ള എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി ബൈ വൈ എന്നുള്ളതിലേക്ക് എത്തി. ഇനി നമുക്കിവിടെ വൈയും വൈയും ക്യാൻസൽ ചെയ്ത് കളയാം. ഈ വൈയും വൈയും ക്യാൻസലായി പോയി. ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി ബൈ വൈ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമുക്ക് പി ബൈ വൈ സോൾവ് ചെയ്തെടുക്കണം. പി ബൈ വൈ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണം. അപ്പോൾ അതിന് പ്രോഫിറ്റ് ഇൻകം റേഷ്യോ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണം. അതിനു വേണ്ടി സോൾവിങ് ഫോർ പി ബൈ വൈ സോൾവ് ചെയ്യാണ്. നമുക്ക് രണ്ട് സൈഡിലും എസ് പി മൈനസ് എസ് ഡബ്ല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് സൈഡിലും എസ് പി മൈനസ് എസ് ഡബ്ല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്യാം. ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ, നമുക്കിവിടെ എസ് പി മൈനസ് എസ് ഡബ്ല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു പി ബൈ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു. രണ്ട് സൈഡിലും എസ് പി മൈനസ് എസ് ഡബ്ല്യു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എസ് പി മൈനസ് എസ് ഡബ്ല്യുടെ ന്യൂമറേറ്ററിലും ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എസ് പി മൈനസ് എസ് ഡബ്ല്യു വന്നു, അത് ക്യാൻസലാക്കി കളഞ്ഞു. ബാലൻസ് ഉള്ള പി ബൈ വൈ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ ബൈ വൈ ഇൻറ്റു 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു. എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇവിടെ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ അതിന് ഐ ബൈ വൈ ഇൻറ്റു 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു മൈനസ് ഈ എസ് ഡബ്ല്യു എഴുതി, എസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ പി ബൈ വൈ. അങ്ങനെയും എഴുതാം. ഇനി പി ബൈ വൈ ഈക്വൽ 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇൻറ്റു ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു. ഇതിനൊന്ന് ഓർഡർ ആക്കി എഴുതി. പി ബൈ വൈ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു ഡിവൈഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ പി ബൈ വൈ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഇത് ക്യാൻസലാക്കി കളഞ്ഞപ്പോൾ കിട്ടി. ഇനി അതിനുശേഷം ഇതൊന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. ഐ ബൈ വൈ ഇൻറ്റു എസ് പി മൈനസ് എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു എന്ന് എഴുതാം. മൈനസ് പിന്നെ ഇവിടെ എസ് ഡബ്ല്യു കിടപ്പുണ്ട്, അതിനെയും ഡിനോമിനേറ്റർ ആയിട്ട് വരണം. എസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ പി ബൈ വൈ എന്ന് എഴുതി. അത് കഴിഞ്ഞ് നമുക്ക് പി ബൈ വൈ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷന് ആദ്യം ഈ ഒരു പാർട്ട് എഴുതി, ഇൻറ്റു ഐ ബൈ വൈ എഴുതി, മൈനസ് എസ് ഡബ്ല്യു ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു എന്നുള്ളത് കൂടെ എഴുതി. ഓക്കെ,
അപ്പോൾ ലാസ്റ്റ് ഇക്വേഷനാണ് റേഷ്യോ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലെവൽ ഓഫ് ഇൻകം.